മുതൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് കാൽ നൂറ്റാണ്ടിന് ശേഷം തൃശൂർ കിരീടം സ്വന്തമാക്കിയത്. ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങിയ മത്സരത്തിൽ ഒരു പോയിന്റിനാണ് പാലക്കാടിന് കിരീടം നഷ്ടമായത്. അവസാന ലാപ്പിലാണ് തൃശൂർ പോയിന്റ് പട്ടികയിൽ മുൻപിലെത്തിയത്. 5-ാം ദിവസം 1-ാം സ്ഥാനമുറപ്പിച്ച് സ്വർണ്ണക്കപ്പ് അനന്തപുരിയിൽ നിന്നും ശക്തന്റെ മണ്ണിലേക്ക്. 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. 1008 പോയിന്റുമായാണ് തൃശൂർ നേട്ടം കൈവരിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങളാണ് തൃശൂരിന്റെ വിജയക്കുതിപ്പിന് കരുത്തേകിയത്. കപ്പിനും ചുണ്ടിനുമിടയിലാണ് കലാകിരീടം പാലക്കാടിന് നഷ്ടമായത്. വാശിയേറിയ മത്സരത്തിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസം പാലക്കാടിനെ 2-ാം സ്ഥാനക്കാരാക്കി. മികച്ച രണ്ടാമത്തെ ജില്ല 1007 പോയിന്റുമായി പാലക്കാട്. മത്സരത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ 5ഉം 4ഉം സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന പാലക്കാട് അവസാന റൗണ്ടിൽ മുന്നിലെത്തുകയായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം അറബിക് കലോത്സവത്തിൽ പാലക്കാടിന്റെ കിതപ്പ് സ്വർണ്ണക്കപ്പ് നഷ്ടമാക്കി. പക്ഷേ സ്വപ്ന നേട്ടം കരസ്ഥമാക്കിയാണ് തലസ്ഥാന നഗരിയിൽ നിന്നും പാലക്കാടിന്റെ കുട്ടികൾ മടങ്ങുന്നത്. കഴിഞ്ഞ തവണ ജേതാക്കളായ കണ്ണൂർ തുടക്കം മുതലേ വ്യത്യസ്തമായ ആധിപത്യം നേടി മുൻപിലുണ്ടായിരുന്നു. ആദ്യ 3 ദിവസങ്ങളിലെ ഫലം പുറത്തുവന്നപ്പോൾ കണ്ണൂർ ആദ്യ സ്ഥാനം ഉറപ്പിച്ചു. പക്ഷേ ഹൈസ്കൂൾ വിഭാഗം കണ്ണൂരിനായി പൊരുതിയപ്പോൾ ഹയർ സെക്കൻഡറിയിൽ കാലിടറി. സ്വർണ്ണക്കപ്പ് നിലനിർത്താനുള്ള ശ്രമം വിഫലമായി. മികച്ച 3ാമത്തെ ജില്ല 1003 പോയിന്റുമായി കണ്ണൂർ. 1000 പോയിന്റുമായി കോഴിക്കോട് 4-ാം സ്ഥാനത്തെത്തി. 980 പോയിന്റുമായി എറണാകുളവും മലപ്പുറവും 5ഉം 6ഉം സ്ഥാനങ്ങൾ നിലനിർത്തി. കൊല്ലം 964, തിരുവനന്തപുരം 957, ആലപ്പുഴ 953, കോട്ടയം 924, കാസർഗോഡ് 913, വയനാട് 895, പത്തനംതിട്ട 848, ഇടുക്കി 817 എന്നിങ്ങനെയാണ് പോയിന്റ് നിലവാരം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടാനുള്ള പരിപാടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും കൈപിടിച്ചു കൊണ്ടുപോകുന്നതാണ് കുട്ടികൾ. പരാതികളില്ലാതെ കലോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും അഭിനന്ദിക്കുന്നതായും വി ഡി സതീശൻ പറഞ്ഞു. വരും വർഷങ്ങളിലും മികച്ച കലോത്സവങ്ങൾ നടത്താനാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ തലയെടുപ്പോടു കൂടി പറയാൻ കഴിയുന്ന പരിപാടിയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം. എല്ലാവരെയും ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും അവരുടെ ഗൃഹാതുരത്വം നിറഞ്ഞ സ്മരണകളിലേക്കും എല്ലാം കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ കുട്ടികളുടെ വിസ്മയകരമായ പരിപാടികൾ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഭിമാനത്തോടെയാണ് കലോത്സവ വേദിയിൽ വന്നു നിൽക്കുന്നതെന്ന് ചലച്ചിത്ര നടൻ ആസിഫ് അലി. കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾ പങ്കെടുത്ത കലയിൽ നിന്നും വിട്ടുപോകരുതെന്നും ജീവിതകാലം മുഴുവൻ കലയെ ചേർത്ത് പിടിക്കണമെന്നും ആസിഫ് അലി പറഞ്ഞു. ശരിക്കും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ്. ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ടു പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു. കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ കലാകാരന്മാരും കലാകാരികളുമായും തുടരണമെന്ന് ചലച്ചിത്ര നടൻ ടൊവിനോ തോമസ്. പരാജയപ്പെട്ടവർക്കും വിജയിച്ചവർക്കും ടൊവിനോ ആശംസകൾ അറിയിച്ചു. നമ്മൾ ഏത് പ്രൊഫഷനിലാണെങ്കിലും കല ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിലും നേരത്തെ ആസിഫ് പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക. കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും, സ്നേഹിപ്പിക്കും. തുടർന്നും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും
സമാധാനമുണ്ടാവാനും ആളുകളെ സ്നേഹിക്കാനും അടുപ്പിക്കാനും ഒക്കെ കലാകാരന്മാരും കലാകാരിമാരുമായിട്ട് തുടരുക. ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു നൂലിഴ വ്യത്യാസത്തിലാണ് പലരും പരാജയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പരാജയപ്പെട്ടവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ.